ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ, ഒരു ചെറിയൊരു സർപ്രൈസൊക്കെ ആയിട്ടുള്ള വ്ളോഗാണ്. ഇത് നമ്മൾ നാട്ടിൽ വെച്ചെടുത്തതാണ്, എൻ്റെ വീട്ടിൽ വെച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ലഞ്ച് ടൈമൊക്കെ ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ലഞ്ചിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഉമ്മയൊക്കെ കിച്ചണിൽ നല്ല പണിയിലാണ് കേട്ടോ. പിന്നെ ഇക്കായും വാപ്പയൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഫ്രണ്ടിലൊക്കെ ഇരുന്ന്. അപ്പോൾ നമ്മളൊരു വീടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചയിലാണ്. പിന്നെ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്ന ചെമ്മീനും മീനും ഒക്കെ ഇക്കയുടെ വീട്ടിൽ നിന്ന് ഉമ്മ തന്നു വിട്ടതാണ് കേട്ടോ. അതുപോലെ ഇവിടെ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഡള്ളായിട്ട് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും വെക്കുന്ന അതേ രീതിക്കാണ് കേട്ടോ ഇത്തവണ റോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ചെമ്മീൻ അത്യാവശ്യം നല്ല വലിയ ചെമ്മീനും കൂടിയാണ്. പിന്നെ ഇവിടെ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ജ്യൂസൊക്കെ ഉമ്മി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂട് സമയത്ത് നല്ല തണുത്ത ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല സുഖമല്ലേ. അങ്ങനെ മുന്തിരി ജ്യൂസൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ഐസ് മാറിയതിന് ശേഷം ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. അതുപോലെ ഈ ജ്യൂസ് ഭാവിക്ക് വിൽക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്കും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മുരിങ്ങ നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ, നിറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും വലിപ്പമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കറി വെക്കാൻ വേണ്ടി പറിച്ചതാണ്. ആദ്യം തന്നെ നമ്മൾ റോസ്റ്റാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ സാധാരണ ഇതുപോലെ റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സവോള മാത്രമായിട്ട് ഇടാറ്. പക്ഷേ ഇത്തവണ നമ്മൾ ചുമന്നുള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് വല്ല സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആൾക്ക് ചെറിയൊരു സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ സവോളയുടെ നിറമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് മാത്രം മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊടികളെല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെമ്മീനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ചെമ്മീനായിരുന്നു കേട്ടോ. അതുപോലെ കുറച്ച് കൂടുതൽ ചെമ്മീനും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെമ്മീൻ എടുത്തൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉമ്മയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റാകാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ ചെറിയൊരു കഷ്ണം കുടംപുളിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് ഉമ്മി ഇതുപോലെ ഒരു ചാറ് കറിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ, തേങ്ങ അരച്ച്. അതിനുശേഷം നമ്മൾ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചെമ്മീൻ മാത്രമല്ല വേറൊരു മീനും കൂടി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ആ ചെമ്മീനൊക്കെ ഒരു പകുതി വേവായ ടൈമിൽ നമ്മൾ കുറച്ച് ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ മസാലയ്ക്കും എല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഈ ടൈമിൽ മുരിങ്ങയ്ക്കയും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീൻ റോസ്റ്റും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ മീനൊക്കെ ഒന്ന് പൊരിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് വെളുത്തുള്ളിയൊക്കെ ചേർത്തതായിരുന്നു കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ചോറൊക്കെ റെഡിയാക്കി കേട്ടോ, നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇതാ ഉമ്മയുടെ ചാറ് കറി റെഡി ആയിട്ടുണ്ട്. അത് ലാസ്റ്റായിട്ടൊന്ന് താളിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതാ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നമ്മൾ കലത്തിലിട്ടാട്ടോ വെക്കാറ്, കുക്കറിലല്ല. അങ്ങനെ ഇതാ ആദ്യം തന്നെ ഇക്കാക്ക് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ചാറ് കറിയുണ്ട്, പിന്നെ ബീഫ് കറിയുണ്ട്, പിന്നെ ചെമ്മീൻ കറിയുണ്ട്, ചെമ്മീൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഇക്ക ചോറ് കഴിക്കുവാണ്. ഇക്ക ചോറ് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ വാവയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുവാണ്. വാപ്പിയും ഉമ്മയും ഇക്കായും ഞാനും ഒക്കെ കഴിക്കുവാണ്. അപ്പോൾ നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. പിന്നെ കൂടെ പപ്പടവും കൂടി ഉണ്ടായിരുന്നു. അതുപോലെ ഫിഷൊക്കെ നല്ല ഫ്രഷും ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു എല്ലാം. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ആ ഒരു ടൈം ആയപ്പോൾ ഉമ്മ എടുത്തു തന്നതാണ് കേട്ടോ. ബ്രദർ വന്ന ടൈമിൽ കൊണ്ടുവന്നതാണ് വാവയ്ക്ക് വേണ്ടി. പക്ഷേ സൈസ് കുറച്ച് വലുതാണ്. കൂടുതലും ഇത് തണുപ്പിനിടാൻ പറ്റിയ ടീഷർട്ടായിരുന്നു കേട്ടോ. നല്ല കട്ടിയുള്ളതായിരുന്നു, കാണാനും നല്ല ലുക്കായിരുന്നു കേട്ടോ. അപ്പോൾ 2 ടീഷർട്ടായിരുന്നു, ഒന്ന് വൈറ്റും ഒന്ന് ഈ ഒരു കളറും ആയിരുന്നു. രണ്ടും അത്യാവശ്യം വലുതായിരുന്നു. പിന്നെ അതാ നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല കേട്ടോ. അതുപോലെ വാവയ്ക്ക് ഈ കറങ്ങാൻ പോലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാറിലേക്ക് ഒരുങ്ങി കയറുമ്പം തന്നെ ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. അങ്ങനെ ഇതാ നമ്മൾ കുമരകമൊക്കെ എത്തിയ ടൈമിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ മേടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഇവിടുന്ന് നമ്മൾ കട്ട്ലേറ്റും അതുപോലെ തന്നെ ക്രീം ബണ്ണും പഫ്സും ഒക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ക്രീം ബണ്ണാണെങ്കിലും പഫ്സ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ഫ്രഷും ആയിരുന്നു, അതുപോലെ തന്നെ റേറ്റും കുറവായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ കടയിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സാധനം കയ്യിൽ കിട്ടിയത്. അങ്ങനെ പോകുന്ന ടൈമിൽ തന്നെ നമ്മൾ ക്രീം ബണ്ണും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി ക്രീം ബണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ക്രീം ബണ്ണ് കഴിക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുത്തില്ല, ഫുൾ ഇരുട്ടും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ ചെറിയ രീതിയിലൊരു സർപ്രൈസും എടുക്കാൻ വേണ്ടി ബർത്ത്ഡേയുടെ ബലൂൺസും അതുപോലെ തന്നെ കേക്കും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്രദറിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് കേട്ടോ പറ്റിയത്. നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ അതാ നമ്മൾ ബലൂണൊക്കെ ഒന്ന് വീർപ്പിക്കുവാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ബ്രദർ വീട്ടിലില്ല, തിരിച്ചു വരാൻ ഒരു 9 മണിയൊക്കെ ആവും. ആൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് രാത്രിയൊക്കെ കമ്പനി അടിച്ചിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും കേട്ടോ വീട്ടിലെത്തുക. അതുപോലെ ഇക്കാക്ക് കൊടുക്കാൻ ഓൾറെഡി നമ്മൾ പാൻറ്റും അതുപോലെ ഷർട്ടൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൈമിൽ വാവ ഉമ്മയായിട്ട് നല്ല കളിയായിരുന്നു. എന്താണെന്നറിയില്ല, ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം തന്നെ ഉമ്മയായിട്ടാണ് നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ നമ്മൾ ബലൂൺസും അതുപോലെ ബർത്ത്ഡേന്ന് എഴുതിയ സാധനവും എല്ലാം ഒന്ന് വീർപ്പിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മേടിക്കുന്നത്, മുമ്പ് ഇതൊന്നും മേടിച്ചിട്ടില്ല. അതുപോലെ ഇതാ നമ്മൾ കേക്കും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്ക വന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ മിസ്സായി പോയിട്ടോ. അങ്ങനെ ഇതാ ആദ്യം തന്നെ നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷർട്ടും പാൻറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. ആൾ കുറച്ച് പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മളൊരു ചെറിയ സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ വാവ കവറും കാര്യങ്ങളൊക്കെ കീറി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഷർട്ടും പാൻറ്റും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ അടുത്തതായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. നമ്മൾ നേരത്തെ ബേക്കറി ഐറ്റംസൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ മേടിച്ചത്. നല്ല അടിപൊളി കേക്കായിരുന്നു, നല്ല വൈറ്റ് ക്രീമിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒക്കെ ടേസ്റ്റായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ റേറ്റും കുറവായിരുന്നു.
പിന്നെ ബ്രദർ വന്ന ടൈമിൽ ഇതുപോലെ ബാർബിക്യൂ ചിക്കനും റൊമാലി റൊട്ടിയും അതുപോലെ തന്നെ സാലഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മേടിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള ബാർബിക്യൂയിങ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം കയ്യിലെത്തും. നല്ല ടേസ്റ്റും ആണ് കേട്ടോ. എന്നാൽ അഫോർഡബിൾ റേറ്റും ആണ്. അങ്ങനെ ഇതാ നമ്മൾ അതെല്ലാം ഒന്ന് കഴിക്കുവാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഞങ്ങളിവിടെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന ടൈമിൽ ഈ ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടമായിട്ട് ഒന്നിൽ കൂടുതൽ നമ്മൾ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ടേസ്റ്റാണ് കേട്ടോ സംഭവം. അതുപോലെ ഇന്നത്തെ കുട്ടി സർപ്രൈസും എൻ്റെ വീഡിയോയും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.